ബോട്ടിൻ്റെ 2 പ്രോഡക്റ്റുകൾ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിനെത്താൻ പോവാണ്. ഫ്ലിപ്കാർട്ടിലൂടെയും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും. ഒരെണ്ണം ഒരു ഇയർബഡ് ആണ്, മറ്റൊന്ന് പറഞ്ഞൊരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഇയർബഡിലേക്ക് വരുവാണെങ്കിൽ നിർവാണ ഇയോൺ എന്നാണ് ഇയർബഡിൻ്റെ പേര്. കൂടാതെ സ്പെഷ്യൽ ലോഞ്ച് ഓഫർ പ്രൈസ് എന്ന രീതിക്ക് നമുക്ക് 1999 രൂപയ്ക്ക് ഇത് കിട്ടും. സത്യം പറയാലോ, സ്പെക് വൈസ് നോക്കിയിട്ട് 2000 രൂപയ്ക്ക് മുകളിൽ നമ്മളിത് വാങ്ങിക്കണോ വേണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക കേട്ടോ, അല്ലാണ്ട് വെറുതെ എടുത്ത് ചാടി വാങ്ങിക്കരുത്. എന്തായാലും ആദ്യം ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ഫിസിക്കലി നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യുണീക്ക് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളതിൽ വേറെ ഒരു സംശയമില്ല. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആ ഒരു ഇയർബഡുകളുടെ സ്റ്റെമ്മിലുള്ള ഗ്രേഡിയൻ ടെക്സ്ചർ, ഇതൊക്കെ പൊതുവേ ഞാൻ കണ്ടിട്ടില്ല എവിടെയും. എന്തായാലും അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡിസൈൻ്റെ കാര്യത്തിൽ ഓക്കെ ആണ് കേട്ടോ. കൂടാതെ 24 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അതുപോലെ തന്നെ ടൈപ്പ് സി ഇൻസ്റ്റാ ചാർജ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 5 മിനിറ്റോ 10 മിനിറ്റോ ചാർജ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 120 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് വെച്ചാൽ ഇതിനകത്ത് ഹൈഫൈ DSP ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ മ്യൂസിക് ഔട്ട്പുട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ ഈ ഒരു ഹൈഫൈ DSPയുടെ ഔട്ട്പുട്ട് ഒന്നും എവിടെയും തന്നെ കേട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പറയാനും അറിയത്തില്ല. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് എനിക്കും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ എന്താ പറയുക, നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഒരു അൺബോക്സിങ് കാണാനും പറ്റും കേട്ടോ. കോഡ് മൈക്ക് വിത്ത് ENX ടെക്നോളജിയാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ബീസ്റ്റ് മോഡ് ഉണ്ട്, അപ് ടു 60 ms. പൊതുവേ 45-50 ആണ് ഈ ഒരു ബോട്ടുകളിൽ കാണുന്നുള്ളത്. എന്നാൽ ഇവിടെ വന്നപ്പോഴത്തേക്ക് അത് 60ലേക്ക് കൊണ്ടുപോയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. കൂടാതെ ഡ്യുവൽ EQ മോഡ്സും ഇവിടെ അവൈലബിൾ ആണ്. ഒന്നെന്ന് പറയുന്നത് ബോട്ട് ബാലൻസ്ഡ് സൗണ്ട് ആണ്, രണ്ടാമത് ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ആണ്. ഉറപ്പായിട്ടും പേര് പോലെ തന്നെയാണ്. ബാലൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ബേസും എന്താ പറയുക ട്രെബിളും എല്ലാം കൂടെയൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. സിഗ്നേച്ചർ സൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒരു സംശയമില്ല, നല്ല ബേസ് ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു സൗണ്ട് ആയിരിക്കും. അതായത് കുറച്ച് മോണോ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ആ ഒരു സമയത്ത് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നുള്ളതിലും വേറെ ഒരു സംശയമില്ല കേട്ടോ. ബേസ് ലവർ ആണെങ്കിലും അതല്ല വോക്കൽ ലവർ ആണെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് പോയി കഴിഞ്ഞാൽ EQ മോഡ്സ് അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡിനനുസരിച്ച് പാട്ടുകളൊക്കെ കേൾക്കാനൊക്കെ പറ്റും. കൂടാതെ ഇതിൽ ഞാൻ കണ്ട മറ്റുള്ള ബോട്ടിൽ കാണാത്തൊരു സംഭവമുണ്ട്, അതായത് സീംലെസ് ഇൻ ഇയർ ഡിറ്റക്ഷൻ. അതായത് നമ്മുടെ ഇയർബഡുകളെ നമ്മൾ പാട്ട് അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയർബഡുകൾ അങ്ങോട്ട് ഊരിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു വീഡിയോ അങ്ങോട്ട് പോസ് ആവും. എന്നാൽ ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് വീണ്ടും അങ്ങോട്ട് പ്ലേ ആവും. സോ ട്രൂക്കിൻ്റെ പൊതുവെ ബജറ്റിൽ ഇയർബഡുകളിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്, പക്ഷേ ബോട്ടിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ ഈ ഒരു സീംലെസ് ഇൻ ഇയർ ഡിറ്റക്ഷൻ. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതും ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു നിർവാണ ഇയോണിൽ. കൂടാതെ IPX4ൻ്റെ വാട്ടർ ആൻഡ് സെറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.2 ഒക്കെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നിർവാണ ഇയോണിനെ കുറിച്ചിട്ട് ഇതുവരെ അങ്ങോട്ട് കമ്പനി റിവീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1999 നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് വേണം. കൂടാതെ ബോട്ടിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇയർബഡ് വേണം. കൂടാതെ ആ ഒരു ഇൻ ഇയർ ഡിറ്റക്ഷൻ ബോട്ടിൽ ആവശ്യം വേണം. അതുപോലെ തന്നെ ആ ഒരു ഹൈഫൈ DSP ടെക്നോളജിയൊക്കെ ഉള്ളൊരു ഇയർബഡ് വേണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയത്തുള്ളൂ. പിന്നെ 2000 രൂപയ്ക്ക് മുകളിൽ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് നമ്മൾ 2-3 പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രം, അതുപോലെ തന്നെ മറ്റുള്ള ഇയർബഡുകളൊക്കെ വെച്ച് കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം ഇതങ്ങോട്ട് വാങ്ങിക്കുക. ഇനി രണ്ടാമത് വരികയാണെങ്കിൽ ബോട്ട് വേവ് സ്മാർട്ട് കോൾ 1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകാൻ പോവുക. ഇപ്പോൾ പിന്നെ പൊതുവെ ഏതൊരു പ്രോഡക്റ്റും ഇപ്പോൾ 1500 രൂപ റേഞ്ചിലുള്ളതെന്നുള്ളതല്ല, ഏതാണെങ്കിലും ഇപ്പോൾ ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ള സ്മാർട്ട് വാച്ച് ആയിരിക്കും. ഇതും അങ്ങനെ തന്നെയാണ്, ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ളതാണ്. അതിലെടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടാക്ട്സ് ഫ്രീക്വൻറ്റ് കോണ്ടാക്ട്സ് നമുക്ക് 10 പേരെ അങ്ങോട്ട് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ഡയൽ പാഡ് ഉണ്ടാവും, ബിൽറ്റ് ഇൻ മൈക്കും സ്പീക്കറും ഒക്കെ തന്നെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ 600+ ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ ആണ് ഇടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 600 എന്നുള്ളതല്ല 1200 മുകളിലുണ്ടെന്ന് പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ 6000 ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഒരു ഉപയോഗമില്ല. സോ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം വെക്കാന്നുള്ളൂ. കൂടാതെ ഡിസ്പ്ലേയിലേക്ക് ഇടണമെങ്കിൽ 1.69 ഇഞ്ചിൻ്റെ HD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. 1.69 HD ഡിസ്പ്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് ബോട്ടിൽ പൊതുവേ കാണാൻ പറ്റുന്ന ഡിസ്പ്ലേയുടെ കാര്യം എന്ന് പറയുമ്പോൾ HD ഡിസ്പ്ലേ നല്ല പെർഫെക്റ്റ് ആയിരിക്കും, കുറച്ച് സാച്ചുറേറ്റഡ് ആണ്, അതുപോലെ തന്നെ നല്ല ബ്രൈറ്റും ആയിരിക്കും. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്താ പറയുക സംശയം വെക്കേണ്ട ആവശ്യം വരത്തില്ല. സ്ലിം മെറ്റാലിക് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ വാച്ച് നമുക്ക് ലഭ്യമാകുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രാവയിൽ കാണുന്ന പോലെ ആ ഒരു ഹെൽത്ത് എക്കോസിസ്റ്റം വിത്ത് ബോഡ്കാസ്റ്റ് ആപ്പ് ഉണ്ട്. അതായത് നമുക്ക് ബഡീസിനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അവരായിട്ട് ചലഞ്ച് ചെയ്യാം, ഇതിൽ നമ്മുടെ തന്നെ ഡേറ്റാസ് നമുക്ക് ട്രാക്ക് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആപ്പ് വഴി ചെയ്യാൻ പറ്റുന്നതാണ്. കൂടാതെ ലൈവ് ക്രിക്കറ്റ് സ്കോർ കാണാം, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, ബ്ലഡ് ഓക്സിജൻ, അങ്ങനെയുള്ള എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ഉണ്ട്.
മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതായത് ഉറപ്പായിട്ടും 13-14 സ്പോർട്സ് മോഡ്സിൽ കൂടുതൽ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ മൾട്ടിപ്പിൾ സ്പോർട്സ് മോഡ്സ് എന്ന്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടല്ലേ ആൾ ഒരു 100 മുകളിലാണെങ്കിൽ 100+ സ്പോർട്സ് മോഡ്സ് എന്ന് ഒരു മത്തങ്ങ ആശയത്തിൽ എഴുതിയിരിക്കും. പക്ഷേ ഇവിടെ അത് എഴുതിയേക്കാത്തത് വളരെ റെയർ ആയിട്ടുള്ളതുള്ളതുകൊണ്ടാണ്. എന്തായാലും പൊതുവെ നമ്മൾ ഓട്ടം, ചാട്ടം, സൈക്ലിംഗ്, ക്ലൈംബിംഗ്, ജമ്പിങ് ഇതൊക്കെ തന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്നാൽ നിങ്ങൾ എന്താ പറയുക, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റി പർപ്പസിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ആ ചെയ്യുന്ന വർക്കൗട്ട് ഇതിനകത്തില്ലെങ്കിൽ ഡിസപ്പോയിൻറ്റഡ് ആകും. അതിൽ വേറൊരു സംശയമില്ല. കൂടാതെ വോയിസ് അസിസ്റ്റൻസ് വർക്കാവും, ക്വിക്ക് റിപ്ലൈസ് കൊടുക്കാം, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഇനി ബാറ്ററി സൈഡിലേക്ക് ഉണ്ടെങ്കിൽ അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ്. ഇനി അതല്ല ഹെവി ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് 2 ദിവസത്തിലേക്കൊക്കെ മാറും. അതായത് പൊതുവേ നമ്മൾ ബോട്ടിൽ കണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. കൂടാതെ ഗൂഗിൾ ഫിറ്റ് അല്ലെങ്കിൽ ആപ്പിൾ ഹെൽത്ത് ആപ്പും ഒക്കെ ആയിട്ട് സപ്പോർട്ടുമാണ് കേട്ടോ. കൂടാതെ സ്ലീപ്പ് ട്രാക്കിങ്ങും ഗൈഡഡ് ബ്രീത്തിങ്ങും മ്യൂസിക് കൺട്രോൾ ചെയ്യാനും ക്യാമറ കൺട്രോൾ ചെയ്യാനും എല്ലാം തന്നെ A to Z. അതൊക്കെ പൊതുവെ എല്ലാ ബോട്ടിൻ്റെ എന്നുള്ളതല്ല, എല്ലാ സ്മാർട്ട് വാച്ചുകളിലുള്ളതാണ്. അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ 2 പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ. എനിക്ക് പറയാനുള്ളതെന്നുള്ളതല്ല, ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാനതുപോലെ അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഇയർബഡിനെ കുറിച്ചിട്ടും ഈ ഒരു സ്മാർട്ട് വാച്ചിനെ കുറിച്ചും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സ്മാർട്ട് വാച്ചിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഉള്ളൊരു സ്മാർട്ട് വാച്ച് വേണം. 1500 രൂപയ്ക്കുള്ളിലായിരിക്കണം. ബോട്ടിൻ്റെ ഒരു ബ്രാൻഡ് തന്നെ വേണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാച്ചിലേക്ക് പോകുന്നതിൽ വലിയ പ്രശ്നമില്ല. കൂടാതെ ഇയർബഡിലേക്ക് പോകണമെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും കാര്യങ്ങളൊക്കെ വെച്ച് വാങ്ങിക്കാന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ 2000 മുകളിൽ ഉറപ്പായിട്ടും ഇയർബഡിൻ്റെ റേറ്റ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഒന്ന് ചിന്തിച്ചിട്ട് അത് വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.